120 കൂടാതെ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന അതേ ബ്രാൻഡിൽ വരുന്ന മറ്റൊരു വെഹിക്കിളാണ് നമ്മുടെ പൾസർ 125 150 ഇപ്പോൾ തുടങ്ങിയതിൻ്റെ വൻ കളക്ഷൻസ് ഉണ്ട്. കൂടാതെ FC-യുടെ കളക്ഷൻസും ഉണ്ട്. നമ്മളുടെ യുവാക്കളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ പൾസർ 200. അപ്പോൾ ഇത് കൂടുതൽ മോഡലും പൾസർ 200 ആണ്. ഇങ്ങേ അറ്റം മുതൽ ഈ ഒരു സൈഡ് മുതൽ അങ്ങേ അറ്റം വരെയും 200ൻ്റെ കളക്ഷൻസ് ആണ്. പിന്നെ ഇതേ നമ്മുടെ സ്പ്ലെൻഡർ, അത് കൂടാതെ ലോ ബഡ്ജറ്റ് പ്രൈസിൽ വരുന്ന ഒരുപാട് സ്കൂട്ടേഴ്സും ഉണ്ട്. സ്കൂട്ടേഴ്സ് ഈ ഒരു സൈഡ് മുതൽ അങ്ങേ അറ്റം വരെയും വൻ കളക്ഷൻസ് ആണ് സ്കൂട്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നും. സ്കൂട്ടേഴ്സൊക്കെ ചുരുങ്ങിയത് ഒരു 5000 രൂപ മുതൽ ഡൗൺ പേയ്മെൻറ്റിൽ സ്വന്തമാക്കാൻ പറ്റും. ഏറ്റവും കുറഞ്ഞത് ഒരു 10000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏതൊരു സ്കൂട്ടറും സ്വന്തമാക്കാം. ഇവിടെ തന്നെ സെപ്പറേറ്റ് ഫിനാൻസ് സെക്ഷനും ഉണ്ട്. ഇതാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ബൈക്ക് മാർട്ട്. ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പ്രീമിയം വണ്ടികളുണ്ട്, പിന്നെ ബാക്കി എല്ലാ സെഗ്മെൻറ്റിലെ വണ്ടികളും ഈ ഒരു സൈഡിലാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് മെട്രോ പില്ലർ നമ്പർ കണ്ടില്ലേ, ഇതാണ് മെട്രോ പില്ലർ നമ്പർ 550. 550ക്ക് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ബൈക്ക് മാർട്ടിൻ്റെ ഷോപ്പ് വരുന്നത്. നല്ല 2 R15 ഉണ്ട്. അതുകൂടാതെ നമ്മുടെ യുവാക്കളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഡ്യൂക്ക്. പിന്നെ അതേ നമ്മുടെ ഡൊമിനാർ. പിന്നെ അതേ നമ്മുടെ ഇത് പെട്ടെന്ന് കാണുമ്പോൾ BMW ആണെന്ന് തോന്നുമെങ്കിലും BMWയുടെ ബൈക്സ് മേക്ക് ചെയ്യുന്ന അതേ കമ്പനി, നമ്മുടെ TVSൻ്റെ അതേ കമ്പനി തന്നെയാണ് BMWയുടെ ബൈക്ക് മേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് RR 310 ആണ്. ഇതിൻ്റെ സെയിം ഒരു മോഡൽ തന്നെ BMW ഒക്കെ ഉണ്ട്. അതിൻ്റെ മോഡൽ നമ്പർ എനിക്കറിയില്ല. പിന്നെ അതേ അതുകൂടാതെ മറ്റൊരു R15. അപ്പോൾ ഇത് അധികം കിലോമീറ്റർ ഓടാത്ത ഷോറൂം കണ്ടീഷനിലുള്ള നല്ല നീറ്റ് വണ്ടിയാണ്. പിന്നെ അതേ നമ്മുടെ ഒരു ഹണ്ടർ ഉണ്ട്. ഹണ്ടർ ഒരു കുഞ്ഞി ഹണ്ടർ. പിന്നെ അതുകൂടാതെ ജിക്സർ R15. പിന്നെ ബുള്ളറ്റിൻ്റെ കളക്ഷൻസ് ആണ്. ഇത്തവണ ബുള്ളറ്റ് കുറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സൈഡ് മുതൽ അങ്ങേയറ്റം വരെ ബുള്ളറ്റിൻ്റെ കളക്ഷൻസ് ആയിരുന്നു. പിന്നെ അതുകൂടാതെ ഇവിടെ ബൈക്ക് മാർട്ടിന് സെപ്പറേറ്റ് മെക്കാനിക് സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന വണ്ടികളുടെ കംപ്ലൈൻറ്റ് എല്ലാം മെക്കാനിക്കുകൾ മാറ്റിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വേറെ ഒരുപാട് ജില്ലകളിൽ നിന്ന് വരെയും ആൾക്കാർ ബൈക്ക് മാർട്ടിൽ വന്ന് വണ്ടി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം ചെറിയ ചെറിയ വർക്കല്ല, അത്യാവശ്യം എല്ലാ വലിയ വർക്കുകളും ചെയ്യുന്ന നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള മെക്കാനിക്സ് ആണ്. അപ്പോൾ ഇവരാണ് ഇവിടെ വരുന്ന വണ്ടികളുടെ കംപ്ലൈൻറ്റ്സ് എല്ലാം മാറ്റി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വേറെ ഒരുപാട് ജില്ലകളിൽ നിന്ന് വരെയും ആൾക്കാർ ബൈക്ക് മാർട്ടിൽ നിന്ന് വന്ന് വണ്ടി പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ നാസറിക ഉണ്ട്. നാസറിക ആയിരിക്കും നമ്മുടെ ഡീറ്റെയിൽ പറഞ്ഞിരുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഒരുപാട് തവണ ഞാൻ പറയുന്നുണ്ട്, കാരണം നമ്മുടെ എല്ലാ വീഡിയോസും 5000 10000 വ്യൂസൊക്കെ വന്നിട്ടുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലാണ് എനിക്ക് വേറെ ഷൂട്ടുകാർ വീഡിയോ ചെയ്യാൻ തരുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ ബൈക്ക് മാർട്ടിൽ തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് ഒരുപാട് കളക്ഷൻ ഉണ്ടായി. ഇപ്പോൾ അതിനേക്കാളും കൂടുതൽ കളക്ഷൻ വന്നിട്ടുണ്ട്. ഒരുപാട് കളക്ഷൻസ് കഴിഞ്ഞ വീഡിയോയിൽ സെയിലായി പോയിട്ടുണ്ടായി. അപ്പോൾ ഇത്തവണ അതിനേക്കാളും കൂടുതൽ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ നാസറികയാണ് നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ്. ഇപ്പോൾ നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നാസറിക ആയിരിക്കും നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പറഞ്ഞത് മറക്കേണ്ട, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. നമുക്ക് ഓണത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓണമാണ്. ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ അധികം വണ്ടിയുടെ റേറ്റ് തന്നെ മാക്സിമം കുറയ്ക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളുണ്ട്. ഓണമായിട്ട് അഡീഷണൽ നമ്മൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോയുടെ ഒപ്പം തന്നെ ഞാനത് പറഞ്ഞു വരാം. ഓക്കെ, ഇപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറയാം. എറണാകുളത്താണ്. എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ 550ൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പുള്ളത്. ഇത് യൂസ്ഡ് ബൈക്കാണ്. എല്ലാത്തരം പ്രീമിയം വണ്ടികൾ മുതൽ എല്ലാത്തരം ടൂ വീലറുകളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ RR 310 മുതൽ, അതുപോലെ തന്നെ ബുള്ളറ്റിൻ്റെ മെറ്റിയോർ, ഹിമാലയ, അതേപോലെ തന്നെ ബുള്ളറ്റിൻ്റെ ക്ലാസിക്, സ്റ്റാൻഡേർഡ് എല്ലാത്തരം മോഡലുകളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടികളെല്ലാം ലോണായിട്ട് കിട്ടുമെന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാരണം. പിന്നെ ഈ ഓണത്തിന് സ്പെഷ്യലായിട്ടുള്ള പലതരം സ്കീമുകളുണ്ട്. അതേപോലെ തന്നെ 9.99 ഫിനാൻസിൻ്റെ സ്കീമുണ്ട്. അതേപോലെ തന്നെ 13% ബാങ്കിൻ്റെ IDFC ബാങ്കിൻ്റെ സ്കീമുണ്ട്. അങ്ങനെ പലതരം സ്കീമുകളുണ്ട്. അപ്പോൾ നമുക്ക് ലോൺ വളരെ ഈസി ആയിട്ടും അതേപോലെ തന്നെ വളരെയധികം ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ വളരെയധികം കുറച്ചിട്ടും കൊടുക്കുന്നത്. ഇപ്പോൾ ബാങ്കുകാരൊക്കെ അതിനായിട്ട് ലിബറലായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ പലിശ കുറഞ്ഞ ഇൻട്രസ്റ്റിൽ കൊടുക്കുന്ന സ്കീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു സ്കീം. അപ്പോൾ അതാണ് നമ്മുടെ എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് മെട്രോയുടെ പില്ലർ നമ്പർ 550ൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പുള്ളത്. 2015 ശേഷം വരുന്ന എല്ലാത്തരം
ടൂ വീലറുകൾ സ്കൂട്ടറുകൾ എല്ലാത്തരം വണ്ടികൾക്കും ഫിനാൻസിലൂടെ നമുക്ക് എടുക്കാൻ പറ്റും. കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ലോൺ അവൈലബിൾ ആണ്. നമുക്ക് രാവിലെ വന്നാൽ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ വൈകിട്ടത്തേക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതിനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് നോക്കി, പൂർണ്ണമായിട്ടും ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നമ്മൾ വണ്ടി എടുത്താൽ മതി. അതിനുള്ള കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിച്ചുകൊണ്ട് പോകാനുള്ള പരിഹാരവും നമുക്കിവിടെ ഉണ്ട്. അതിനുള്ള വർക്ക്ഷോപ്പും ഫെസിലിറ്റിയും സൗകര്യം ഇവിടെ ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു 3 മെക്കാനിക്കുകൾ നമ്മളിവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. വേണ്ടുന്ന ഡോക്യുമെന്റ്സ് ബാങ്കിന്റെ പാസ്ബുക്ക്, ആധാർ കാർഡ്, പാൻ കാർഡ് ഉണ്ട് എങ്കിൽ പാൻ കാർഡ് ഇല്ല എങ്കിൽ വീട്ടിലെ ഇലക്ഷൻ ID കാർഡോ റേഷൻ കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൂഫും കൂടെ അഡീഷണൽ, ഒരു ആധാർ കാർഡ് കൂടാതെ ഒരു പ്രൂഫും കൂടെ അഡീഷണൽ ആയിട്ടുള്ളത് വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോൺ കിട്ടും. സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ് ലോൺ കിട്ടുള്ളൂ. സിവിൽ സ്കോർ മിനിമം സിവിൽ സ്കോർ ഉണ്ടാവണം. അതാണ് ലോൺ കിട്ടാനുള്ള മാർഗം. അപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ ഒരാൾക്ക് സിവിൽ സ്കോർ കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് വീട്ടിലുള്ള മറ്റാരുടെയെങ്കിലും പേരിലും കൂടി നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. മിനിമം ഏകദേശം ഒരു 22 വയസ്സ് കഴിഞ്ഞവർക്കാണ് ലോൺ കിട്ടണേ. ഇനിയിപ്പോൾ 20 വയസ്സ് കഴിഞ്ഞവർക്ക് ലോൺ, 18 വയസ്സ് കഴിഞ്ഞവർക്ക് ലോൺ കിട്ടും. പക്ഷേ അവരുടെ പേരൻസിൻ്റെ ആധാർ കാർഡും ഫോട്ടോയും കൂടി ആഡ് ചെയ്താൽ മതി. അതൊക്കെയാണ് ലോണിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോൾ കേരളത്തിൽ എവിടെയും ലോൺ കിട്ടും. ലോണിന് തടസ്സമില്ല. തിരുവനന്തപുരം മുതൽ ഈ പറഞ്ഞ പോലെ തന്നെ കണ്ണൂർ, വയനാട് എല്ലാ സ്ഥലങ്ങളിലും ലോൺ കിട്ടും. മലപ്പുറമൊക്കെ ഈസി ആയിട്ട് കിട്ടും. കോഴിക്കോട് കിട്ടും. പാലക്കാട് പാലക്കാട് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ലോൺ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ലോൺ കിട്ടും. ഏകദേശം മാക്സിമം ലോണും കിട്ടും. അപ്പോൾ നമ്മൾ ഒരേ വണ്ടി എടുപ്പോൾ ബുള്ളറ്റ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രീമിയം വണ്ടികളുടെ ഒരു സെക്ഷനിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബുള്ളറ്റ് പറയാം. ഒരു വില കുറഞ്ഞ ബുള്ളറ്റ്, ഏകദേശം ഒരു 10,000 രൂപ അടച്ചാൽ കിട്ടുന്ന ബുള്ളറ്റാണിത്. 2018 മോഡൽ എലക്ട്ര എന്ന് പറഞ്ഞ മോഡലാണ്. സെൽഫ് സ്റ്റാർട്ട്, ഡിസ്ക് ബ്രേക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് വരുന്ന എലക്ട്ര എന്ന് പറഞ്ഞ ബുള്ളറ്റാണിത്. 2018 മോഡലാണ്. 80,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. വെറും 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ 3,200 രൂപ വെച്ച് മാസം അടവ് വരുള്ളൂ. 2018 മോഡലിലെ ബുള്ളറ്റാണ്. പിന്നെ അടുത്തത് ഇനി നമുക്ക് പറയാം, ഒരേ വണ്ടിയിലിട്ടും വരാം. അത് അടുത്തത് ബുള്ളറ്റിൻ്റെ ES ഇലക്ട്രിക് സ്റ്റാർട്ട് ബുള്ളറ്റാണ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രിക് സ്റ്റാർട്ട് ബുള്ളറ്റാണിത്. നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. 2020 മോഡല് സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ്. സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ES ഇലക്ട്രിക് സ്റ്റാർട്ട് സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ്. നല്ല വണ്ടിയാണ്. 34,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. ബ്ലാക്ക് കളറാണ്. ഒരു പോറലുമില്ല. അഡീഷണൽ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വില കൂടിയ ക്രാഷ് കാർഡാണ് ഇരിക്കുന്നത്. എല്ലാം നീറ്റാണ്. ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഡിസ്ക് ബ്രേക്ക് മാത്രമല്ല ABS ഉണ്ട്. ABS ഉള്ള ഈ വണ്ടിക്കാണെങ്കിൽ നമുക്ക് 1,28,000 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ നല്ല നീറ്റ് വണ്ടി നല്ല വണ്ടിയാണ്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ബോഡി നല്ലതാണ്. ഒരു സ്ക്രാച്ച് ഒന്നും പറ്റിയിട്ടില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. വണ്ടി നല്ല വണ്ടി തന്നെയാണ്. പിന്നെ അടുത്തത് വരുന്നത് ബുള്ളറ്റിന്റെ കാര്യം പറഞ്ഞു. അതിന് ഈ പറഞ്ഞ പോലെ തന്നെ 1,28,000 രൂപയാണ്. ഏകദേശം നമുക്കൊരു 15,000 രൂപ 20,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകാം. ഏകദേശം ഒരു 4,500 വെച്ച മാസം അടവ് വരുള്ളൂ. അപ്പോൾ ഏകദേശമാണ് ഞാൻ പറയുന്നത്. 2022 മോഡൽ V-Storm ആണ്. ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. നല്ല പക്ക കണ്ടീഷനിലായിട്ടുള്ള ഈ V-Storm 2022 വണ്ടിയാണ്. ഏകദേശം 10,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ താഴെയാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ABS ആണ്. പിന്നെ ഡിസ്ക് ബ്രേക്ക് അതിൽ ഭയങ്കര വിട്ട് വരുന്ന ഡിസ്ക് ബ്രേക്കാണ്. അതേപോലെ തന്നെ ABS ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ട്. അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. ഏകദേശം ഹിമാലയയുടെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ റൈഡിങ്ങിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 1,80,000 രൂപയാണ് നമുക്ക് കൊടുക്കാൻ പറ്റും. 1,80,000 നമുക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 30,000 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടും. ഇതിൻ്റെ ലോൺ കിട്ടുന്നതിന് ചിലപ്പോൾ ലാൻഡ് ടാക്സിൻ്റെ കോപ്പി, പിന്നെ ഒരു 1 lakh എബവ് ലോൺ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയും ചെക്ക് ലീഫും ഈ വണ്ടിക്ക് വേണ്ടി വരും. നെക്സ്റ്റ് അടുത്ത ബുള്ളറ്റ് 2013 മോഡല് ക്ലാസിക് ബുള്ളറ്റാണ്. 2013 മോഡൽ ക്ലാസിക് ബുള്ളറ്റാണ്. നല്ല വണ്ടിയാണ്. നേരത്തെ ഈ വണ്ടിയാണെങ്കിലും സെൽഫ് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി വെറും 62,000 രൂപയ്ക്ക് നമുക്ക് 2013 മോഡൽ ക്ലാസിക് ബുള്ളറ്റ് കിട്ടും. നല്ല വണ്ടിയാണ്. സെൽഫ് സ്റ്റാർട്ട് ഉള്ള വണ്ടിയാണ്. അതേപോലെ തന്നെ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടി. വെറും 62,000 രൂപയ്ക്ക് നമുക്ക് ഈ ബുള്ളറ്റ് ക്ലാസിക് കൊടുക്കാം. അതേപോലെ തന്നെ ഹിമാലയ 2020 മോഡൽ ABS വണ്ടിയാണ്. 1,65,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 2020 മോഡൽ ഹിമാലയ. അതേപോലെ തന്നെ എല്ലാ അഡീഷണൽ ഫിറ്റിങ്സ്, റാലി കിറ്റ് ഉള്ള വണ്ടി, ABS ഉള്ള വണ്ടി നമുക്ക് 1,65,000 രൂപ. അതിനാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 30,000 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ഹിമാലയ എടുക്കാം. അതേപോലെ തന്നെ ബാക്കി ലോണിൻ്റെ കാര്യങ്ങളാണ്. ലോണിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് ചെയ്തു തരാം.
പിന്നെ ഇത് 2019 മോഡലാണ്. 1,55,000 രൂപയാണ് വില. നല്ല വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ലോണിലായിട്ട് എടുക്കാം. ഏകദേശം ഒരു 40 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ 30 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. പിന്നെ മെറ്റിയോർ 2021 മെറ്റിയോറാണ്. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതേപോലെ മിഡ് വേരിയൻ്റ് ആണ് ഈ വണ്ടി. മിഡ് വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മധ്യത്തിലുള്ള വേരിയൻ്റ് ആണ്. വണ്ടി നല്ലതാണ്. ബാക്കിലെ സീറ്റിൻ്റെ റെസ്റ്റ് ഉണ്ട്. മെറ്റിയോർ 2021 മോഡൽ 10,000 കിലോമീറ്റർ ഓടിയെടുക്കണ ഈ വണ്ടി നല്ല വണ്ടിയാണ്. നീറ്റ് വണ്ടി. അതേപോലെ തന്നെ ബാക്കിൽ റെസ്റ്റ്, ABS, അതേപോലെ തന്നെ നല്ല വണ്ടി, നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില 1,60,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. നമുക്ക് എന്തെങ്കിലും വിട്ടുവീഴ്ചകളോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ടും. അതേപോലെ തന്നെ 2020 മോഡല് അപ്പാച്ചെ 200 ആണ്. നമുക്ക് എടാ മോനെ ഈ അപ്പാച്ചെ 200 എന്നാ വില പറയണേ? 2020 മോഡൽ അപ്പാച്ചി 200 ആണ്. നമുക്ക് വെറും 80,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. വണ്ടി 80,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ABS ആണ്. നല്ല വണ്ടി തന്നെയാണ്. 2020 മോഡൽ അപ്പാച്ചി 200 80,000 രൂപ. ഏകദേശം കിലോമീറ്റർ ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ്. വണ്ടി കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം കിലോമീറ്റർ ഒന്നും നോക്കിയിട്ട് 29,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കണേ. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ടയർ കാര്യങ്ങളെല്ലാം നല്ലതാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. 80,000 രൂപയ്ക്ക് ഏകദേശം നമുക്കൊരു 15,000 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അപ്പാച്ചി 200 എടുക്കാം. അതേപോലെ തന്നെ 2022-23 R15 V3 ആണ്. നമുക്ക് വെറും 30,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. വണ്ടിയുടെ വില ഏകദേശം 1,40,000 രൂപയാണ്. 40,000 രൂപയ്ക്ക് ഏകദേശം നമുക്കൊരു 25,000 രൂപ അടച്ചാലും നമുക്ക് ഈ R15 V3 എടുക്കാൻ പറ്റും. 2022 മോഡൽ 23 എടുത്ത വണ്ടിയാണ്. 23 വണ്ടി പർച്ചേസ്. അതേപോലെ തന്നെ 2024 ഫാൻസി നമ്പറായിട്ടുള്ള ഈ പറഞ്ഞ ഈ വണ്ടിയുടെ പേരിനെ മോനെ ജിക്സറിൻ്റെ SF 6,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ABS ആയിട്ടുള്ള കിഡിലും വണ്ടി, ഷോറൂം കണ്ടീഷനിലുള്ള ഈ വണ്ടി നല്ല വണ്ടി, ഗ്യാരണ്ടി വണ്ടി. 6,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ 1,20,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. വെറും 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 2024 മോഡലിലുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ജിക്സറിൻ്റെ SF 6,000 കിലോമീറ്റർ ഓടിയ വണ്ടി സ്വന്തമാക്കാം. വെറും 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ മോഡൽ വണ്ടി നമുക്ക് സ്വന്തമാക്കാം. 2024 മോഡൽ വണ്ടി. ഇത് 2022 മോഡൽ വണ്ടിയാണ് ജിക്സറിൻ്റെ SF. ഇതാണെങ്കിലും നമുക്ക് ഏകദേശം 1,05,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 2021 മോഡൽ വണ്ടി എന്ന വില 2021 മോഡലാണ്. നമുക്ക് 95,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. കിലോമീറ്റർ ഒന്നും ഞാൻ നോക്കിയിട്ട് പറഞ്ഞത്. വണ്ടി കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ഏകദേശം 35,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. ഇതാണ് ഈ 6,000. ഇതാകുമ്പോൾ അതേപോലെ തന്നെ ഹണ്ടർ 350 ആണ്. 2023 വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടിയാണ്. 12,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിരിക്കണേ. വെറും 10,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയേക്കണേ. ഒരു മിനിറ്റ് ഒന്നും കൂടെ ഞാൻ കറക്റ്റ് കിലോമീറ്റർ ഒന്ന് പറഞ്ഞുതരാം. 10,665 കിലോമീറ്റർ, 10,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. ഹണ്ടർ 2023 ഹണ്ടറാണ്. ഏകദേശം നമുക്കൊരു 35,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം. 35,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി അന്ന് തന്നെ, നമ്മൾ ഈ 35,000 രൂപ അടച്ചാൽ അന്ന് തന്നെ ലോൺ അപ്രൂവൽ ആവുന്ന കാര്യമാണ് പറയണേ. സ്പോട്ടിൽ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. വണ്ടി നല്ലതാണ്. വണ്ടിക്ക് ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിയാണെങ്കിൽ ഹണ്ടർ, ഡിസ്ക് ബ്രേക്ക്, ABS, മിഡ് വേരിയൻ്റ് ആണ്. അതേപോലെ തന്നെ നല്ല വണ്ടി. ഒരു തരി പോറലോലില്ല. നല്ല ഫിനിഷിങ് കളറാണ്. വണ്ടിയാണെങ്കിൽ ഒരു തട്ടലോ മുട്ടലോ ഒരു പോറലോലും പറ്റിയിട്ടില്ല. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് 1,55,000 രൂപയ്ക്ക് കൊടുക്കാം. 1,55,000 രൂപയ്ക്ക് ഏകദേശം ഒരു 40,000 രൂപ അടച്ചു കഴിഞ്ഞാൽ വണ്ടി സ്പോട്ടിൽ എടുത്തുകൊണ്ട് പോകാം. ഇനിയിപ്പോൾ അതല്ല, ഇനി 30,000 രൂപ ഉള്ളവർക്കാണെങ്കിൽ വണ്ടി ലോൺ കിട്ടും, തടസ്സമില്ല. പിന്നെ RR 310 ഉണ്ട്. RR 310 ആണെങ്കിലും 2021 മോഡൽ RR 310 വെറും 6,000 കിലോമീറ്റർ ഓടി RR 310 ആണ് ഈ വണ്ടി. വണ്ടി നല്ല പക്ക കണ്ടീഷനായിട്ടുള്ള വണ്ടിയാണ്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില. RR 310 2021 എറണാകുളം രജിസ്ട്രേഷൻ 3494 ഫാൻസി നമ്പറാണ്. ഈ വണ്ടിയാണെങ്കിലും 2,10,000 രൂപയ്ക്ക് കൊടുക്കാം. 2,10,000 കൊടുക്കാം. ഏകദേശം നമുക്കൊരു 1,60, 1,70 വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ് RR 310. വണ്ടി കിലോമീറ്റർ കുറവാണ്. 6,500 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ 2023 മോഡൽ ഈ R15 V3 ആണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. 22 മോഡൽ 23 വണ്ടിയാണ്. ABS ആണ്. വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിലും 1,45 വില ചോദിക്കണേ. ഏകദേശം ഒരു 30,000 രൂപ അടച്ചു കഴിഞ്ഞാൽ സ്വന്തമാക്കാം. 21 ഡൊമിനാർ ആണ്. ഡൊമിനാർ
പിന്നെ 400 വണ്ടി, നല്ല നീറ്റ് വണ്ടി, പക്ക കണ്ടീഷനിലായിട്ടുള്ള ഈ ഡൊമിനാർ 400 നമുക്ക് ഈ വണ്ടിക്കാണെങ്കിൽ നമുക്ക് ഏകദേശം 1,50,500 രൂപയ്ക്ക് കൊടുക്കാം. വെറും 13,000 കിലോമീറ്ററാണ് ഈ ഡൊമിനാർ 400 ഓടിയിട്ടുള്ളൂ. നല്ല നീറ്റ് വണ്ടി, പക്ക കണ്ടീഷൻ വണ്ടിയാണ്. ഗ്രീൻ കളർ, ഒരു കുഴപ്പമില്ല, ക്ലീൻ വണ്ടി. 13,000 കിലോമീറ്റർ ഓടിയ ഈ വണ്ടി 1,55,000 ആണ് നമ്മൾ ചോദിക്കുന്ന വില. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തത് വരുന്നത് ഡ്യൂക്കാണ്. ഡ്യൂക്കിൻ്റെ 200 2018 മോഡല്. ഫ്രണ്ട് മീറ്റർ മാത്രം ഡാമേജ് ആയിട്ടുണ്ട്, മീറ്റർ ഡാമേജ് ആണ്. 2018 മോഡൽ വണ്ടി 1,25,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഏകദേശം ഒരു 25 രൂപ അടച്ചു കഴിഞ്ഞാൽ ഡ്യൂക്ക് 200 എടുക്കാം. അതേപോലെ തന്നെ R15 V3 ആണ്. 2021 മോഡൽ വണ്ടിയാണ്. 20,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. വണ്ടി നല്ല നീറ്റാണ്. വെറും 20,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ R15 V3 എടുക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വില 1,35,000 ആണ്. 2021 വണ്ടിയാണ്. ഈ നീറ്റ് വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ വേറെയും വണ്ടിയുണ്ട് 2021 മോഡൽ തന്നെ. പിന്നെ നല്ല നീറ്റ് വണ്ടി, ABS ആണോ, 2 വണ്ടി ABS ആണ്. നമുക്ക് 1,35,000 രൂപയാണ് ചോദിക്കുന്ന വില. 20,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് R15 V3 എടുക്കാം. 21 മോഡല് പിന്നെ 2020 വണ്ടിയാണ്. 2021 മോഡല് ഈ വണ്ടി എന്ത് വണ്ടിയാണ്? എൻടോർക്ക് കേൽസോൺ CW 5745 സിംഗിൾ ഓണർ ആയിട്ടുള്ള ഈ വണ്ടിയുടെ വില. ഈ വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ്. ടയർ കാര്യങ്ങളെല്ലാം നീറ്റാണ്. ഏകദേശം 26,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കണേ. ഈ വണ്ടി ആണെങ്കിലും നമുക്ക് വെറും 68,000 രൂപയ്ക്ക് കൊടുക്കാം. 68,000 രൂപയ്ക്ക് വെറും 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എൻടോർക്ക് സ്വന്തമാക്കാം. 10,000 രൂപ അടച്ചാൽ മാത്രം മതി, നമുക്ക് എൻടോർക്ക് എടുക്കാൻ പറ്റും. 2021 മോഡൽ. അതേപോലെ തന്നെ 2022 മോഡൽ ആക്റ്റീവയാണ്. നല്ല വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 72,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ആക്റ്റീവ. സാധാരണ 110 cc ആക്റ്റീവ, നല്ല വണ്ടി. അതേപോലെ തന്നെ 2021 മോഡൽ ആക്റ്റീവ ഉണ്ട്. ഏകദേശം നമുക്കൊരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റാണ് വണ്ടി. അതേപോലെ തന്നെ വെറും 2019 എൻടോർക്കാണ്. 2019 ഈ എൻടോർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 50,000 രൂപയ്ക്ക് 2019 എൻടോർക്ക് കൊടുക്കാം. 10 രൂപ അടച്ചാലും മതി. ഇനി 10 രൂപ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു 8,000 രൂപ 7,000 രൂപ ആണെങ്കിലും നമുക്ക് മിക്ക വണ്ടികളും എടുക്കാൻ പറ്റും കേട്ടോ. 5,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളും ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്നോ, നിങ്ങളുടെ സിബിൽ സ്കോറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആ സംഭവം റെഡിയാക്കി തരാം. അടുത്തത് വന്നത് 2022 എൻടോർക്കാണ്. KL 83 വണ്ടി, 837 ഫാൻസി നമ്പറാണ്. വണ്ടി നല്ലതാണ്. ടയർ കാര്യങ്ങളൊക്കെ നല്ലതാണ്. എൻടോർക്കിൻ്റെ XP എന്ന് പറഞ്ഞ മോഡലാണ്, കൂടിയ മോഡലാണ്. അതാണ് റെഡ് അലോയ് വീൽ വരുന്നത്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില 2022 വണ്ടിയാണ്. നമുക്കൊരു 78,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു അടച്ചാൽ മതി. അതേപോലെ തന്നെ 2019 മോഡൽ വണ്ടിയുണ്ട് 50,000 രൂപയുടെ. 19 മോഡൽ എൻടോർക്ക് 50,000 രൂപ. അതേപോലെ തന്നെ 2000 എൻടോർക്കിൻ്റെ സൂപ്പർ സ്ക്വാഡ് എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. 2022 വണ്ടിയാണ്. ഏകദേശം കൊടുക്കാൻ പറ്റുന്ന വില വെറും 78,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ അടച്ചാൽ മതി. അടുത്ത എൻടോർക്ക് 2012 വണ്ടി നമുക്കൊരു 40,000 രൂപയ്ക്ക് കൊടുക്കാം. 2012 എൻടോർക്ക് 40,000 രൂപയുള്ളൂ. ഇപ്പം 10 രൂപ അടച്ചാൽ മതി. അതേപോലെ 2021 മോഡൽ എൻടോർക്ക് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 75,000 രൂപയ്ക്ക് 2021 വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ 5,000 10 രൂപ അടച്ച് നമുക്ക് ലോൺ എടുക്കാം. 2022 ഡിയോ നല്ല ഷോറൂം കണ്ടീഷനിലുള്ള ഡിയോയുടെ ഡീലക്സ് എന്ന് പറഞ്ഞ മോഡലാണ്. 2022 മോഡലാണ്. 75,000 രൂപയാണ് വില. പക്ക വണ്ടിയാണ്. 10 രൂപ അടച്ചാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം. നമുക്ക് എന്തെങ്കിലും വിട്ടുവീഴ്ചകളും ചെയ്യാം. അതേപോലെ തന്നെ 2019 മോഡൽ ഡിയോ മഞ്ഞ കളർ വണ്ടി, നല്ല കളറാണ്, നല്ല വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും വെറും 52,000 രൂപ. അതേപോലെ തന്നെ 2022 ഡിയോ ഉണ്ട്. 2022 ഡിയോ ആണെങ്കിലും നമുക്കൊരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2021 ഡിയോ ആണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില 67,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 10 രൂപ അടച്ചാൽ മതി. ആക്സസ് 2019 ആക്സസ് ഇരിപ്പുണ്ട്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില 55,000 രൂപയാണ്. അതേപോലെ തന്നെ 2018 മോഡൽ ആക്സസ് ഇരിപ്പുണ്ട്. നമുക്കൊരു 48,000 രൂപയ്ക്ക് ആക്സസ് കൊടുക്കാം. നല്ല വണ്ടി, നീറ്റ് വണ്ടി. അതേപോലെ തന്നെ അപ്രിലയുടെ SXR എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില 55,000 രൂപയ്ക്ക് കൊടുക്കാം. 5 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഈ അപ്രിലാണെങ്കിലും 2018 വണ്ടിയാണ്. 42,000 രൂപയ്ക്ക് കൊടുക്കാം. 5 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ ജൂപ്പിറ്റർ, TVSന്റെ ജൂപ്പിറ്റർ 2020 മോഡൽ വണ്ടി 65,000 രൂപ ചോദിക്കുന്ന വില. എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യാം. അതേപോലെ തന്നെ 2021 മോഡൽ വണ്ടി ജൂപ്പിറ്റർ 68,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ റേസ് ഡാർ ബാറ്ററി അയച്ചു വെച്ചേക്കണതാണ്. അത് നോക്കണ്ട, അത് കാണിക്കണ്ട. അതുപോലെ തന്നെ മാസ്ട്രോ, പിന്നെ ഹോണ്ടയുടെ ഹീറോയുടെ മാസ്ട്രോ എന്ന് പറഞ്ഞ വണ്ടി 2016 വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം വില
പിന്നെ ഒരു 30,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ റേസഡ് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, ഫാസിനോയും റേസഡ് ഇരിപ്പുണ്ട്. എല്ലാം ഇവിടെ ഇപ്പോൾ മഴയാണ്, അപ്പോൾ അതിനെ ക്ഷമിക്കുക. ഈ വണ്ടികളൊക്കെ ആണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 5,000 രൂപ അടച്ചാൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. വണ്ടിയുടെ വില ഏകദേശം 25,000 രൂപയാണ് വരുള്ളൂ. വാ, 2018 മോഡല് N220 ആണ്. 2018 മോഡൽ 220 നല്ല കണ്ടീഷനിലായിട്ടുള്ള ഈ വണ്ടി 2018 വണ്ടിയാണ്. 2018 ഈ 220 നമുക്ക് വെറും 50,000 രൂപ ഓണത്തിന്റെ ഓഫറാണ്. 50,000 രൂപയ്ക്ക് നമുക്ക് ഈ 220 കൊടുക്കാം. 50,000 രൂപയ്ക്ക് 2018 മോഡൽ 10,000 രൂപ മാത്രം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 220 എടുക്കാം. ഓണത്തിന് മാത്രമുള്ള ഓഫറാണ്. 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ 2018 മോഡൽ വണ്ടി 50,000 രൂപയ്ക്ക് നമുക്ക് ഈ 220 കൊടുക്കാം. അതേപോലെ തന്നെ 2021 മോഡൽ 220, 2021 ABS ഉള്ള 220 നമുക്ക് വെറും 68,000 രൂപയ്ക്ക് കൊടുക്കാം. 68,000 രൂപ. ABS ഉള്ള വണ്ടി 2021 220 10,000 രൂപ അടച്ചാൽ മതി. നമുക്ക് വണ്ടിയുടെ വില 68,000 രൂപയാണ്. 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി 58,000 രൂപയ്ക്ക് 2,500 രൂപ വെച്ചാൽ മാസം വരുള്ളൂ. അതേപോലെ തന്നെ എക്സ്പൾസിന്റെ റാലി എഡിഷൻ 1,25,000 രൂപയ്ക്ക് കൊടുക്കുക. 1,25,000 രൂപയ്ക്ക് എക്സ്പൾസിന്റെ റാലി എഡിഷൻ 2022 മോഡൽ വണ്ടി. ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു 20,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. 2021 മോഡല് എക്സ്പൾസ് നല്ല ഷോറൂം കണ്ടീഷനിലുള്ള വണ്ടി. ഒരു 4 വീലർ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ഷോറൂം കണ്ടീഷനിലായിട്ടുള്ള ABS ഉള്ള നല്ല എക്സ്പൾസ് ഉണ്ട്. ഈ വണ്ടിയാണെങ്കിൽ 1,05,000 രൂപയാണ് നമ്മുടെ വില. നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. വണ്ടി നല്ല പക്ക കണ്ടീഷനാണ്, ഒരു കുഴപ്പമില്ല, നീറ്റ് വണ്ടി. അതേപോലെ തന്നെ 2016 മോഡൽ 220, 2016 മോഡൽ 220 ഓണം പ്രമാണിച്ച് നമുക്കൊരു 45,000 രൂപയ്ക്ക് കൊടുക്കാം. 2016 മോഡൽ വണ്ടി 45,000 രൂപ 10 രൂപ അടച്ച് നമുക്ക് ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ 2017 മോഡൽ FC-യുടെ വെർഷൻ 2 എന്ന് പറഞ്ഞ മോഡലാണിത്. നല്ല വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും വെറും 50,000 രൂപയ്ക്ക്. അതേപോലെ തന്നെ 2015 മോഡൽ FC ആണ് അപ്പുറത്തിരിക്കുന്നുണ്ട്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 35,000 രൂപയ്ക്ക് കൊടുക്കാം. 35,000 രൂപ. അതേപോലെ തന്നെ അതിൻ്റെ ബാറ്ററിയുടെ കവർന്നെടുത്ത് മാറ്റിക്കളഞ്ഞ പോലെ 2013 മോഡൽ FC 25,000 രൂപ. 2013 മോഡൽ FC 25,000 രൂപ. 2013 ലോൺ കിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രോബ്ലം ഉള്ളത്. വേറെ കുഴപ്പമൊന്നുമില്ല. 2 ഇയർ റെഡി ക്യാഷ് എടുക്കാവുന്നല്ലേ ഉള്ളൂ. അതിനപ്പുറത്തിരിക്കുന്നത് ഗ്ലാമർ 2018 മോഡൽ ഗ്ലാമർ 35,000 രൂപയാണ്. നല്ല വണ്ടിയാണ്. വണ്ടി കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഇങ്ങോട്ട് പോകാമോനെ. അപ്പം അതിനപ്പുറത്ത് ഫാസിനോ ഉണ്ട്. ഫാസിനോടെ ആ ഡീറ്റെയിൽസ് എടുത്തിട്ടില്ല. 19 ഡിയോ നല്ല വണ്ടിയാണ്. നല്ല 2019 ഡിയോ വെറും 52,000 രൂപ. ഡിയോടെ 2019 ഡിയോടെ ഡീലക്സ് ആണ്. നല്ല വണ്ടി തന്നെയാണ്. നല്ല വണ്ടിയാണ്. കിലോമീറ്റർ ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. നല്ല വണ്ടിയാണ്. 14,131 കിലോമീറ്റർ 14,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ വണ്ടി 52,000 രൂപയ്ക്ക് നമുക്ക് ഡിയോ കൊടുക്കാം. അത് അടുത്തത് ഇപ്പോൾ 2015 മോഡലാണ്. 2015 മോഡല് NS 200 വെറും 40,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. വണ്ടി കുഴപ്പമില്ല. 2015 മോഡൽ NS ആണ്. 200 ആണ്. ലോണും കിട്ടും. 40,000 രൂപ വണ്ടിയുടെ വില വരുള്ളൂ. നമുക്ക് ലോണായിട്ട് കൊടുക്കാം. ഈ ഓണത്തിൻ്റെ ഓഫറാണ്. ഓണം കഴിഞ്ഞാൽ വില വ്യത്യാസം ഉണ്ടാവാം. അതേപോലെ തന്നെ 2018 മോഡൽ NS ABS ഉള്ള വണ്ടി വെറും 80,000 രൂപയ്ക്ക് കൊടുക്കാം. 80,000 രൂപയ്ക്ക് ഓണത്തിന് വേണ്ടി മാത്രമുള്ള ഓഫറാണ്. അത് ഈ വില ഈ 2018 ABS ഉള്ള വണ്ടിയാണ്. 80,000 രൂപയ്ക്ക് തന്നെ നമുക്ക് ലോണായിട്ട് കിട്ടും. ഇത് 2019 ABS ഉള്ള വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും വെറും 92,000 രൂപ ഓണത്തിൻ്റെ ഓഫറാണ്. 2017 മോഡൽ ഇത് NSൻ്റെ വണ്ടി. ഇത് ABS ഉള്ള വണ്ടി 2019 മോഡലാണ്. ഈ വണ്ടിയുടെ വില വെറും 60,000 രൂപ ഉള്ളൂ കേട്ടോ. 60,000 രൂപ ഉള്ളൂ. ഈ NSൻ്റെ വില 60,000 രൂപ. നമുക്ക് ഏകദേശം ഒരു 10 രൂപ അടച്ചു കഴിഞ്ഞ് എടുക്കാം. അതുപോലെ തന്നെ 2017 160 ആണ്. ഇതും 160 ആണ്. ഈ വണ്ടി 2019 160 നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 17 മോഡൽ 160 നമുക്കൊരു 55,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 10 രൂപ അടച്ച് ലോണായിട്ട് എടുക്കാം. അത് NSൻ്റെ 2017 200 ആണ്. 2017 200 നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. 15,000 രൂപ അടച്ച് ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ NS 2021 മോഡൽ NS 10 കൊടുക്കാം. 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് ഏകദേശം ഒരു 15 രൂപ അടച്ച് ലോണായിട്ട് എടുക്കാം. ഇത് 2018 NS 2018 NS ആണെങ്കിലും നമുക്കൊരു കേൽസോൺ CN വണ്ടിയാണ്. 2018 വണ്ടി നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ ഈ വണ്ടി 2010 NSൻ്റെ 200 ആണ്. 2018 വണ്ടിയാണ്. 2018 വണ്ടി നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഈ വണ്ടിയാണെങ്കിലും 200 ആണ്. 2021 200 ആണ്. നമുക്ക് ഏകദേശം 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. ഇനി മൈലേജുള്ള വണ്ടികളാണ്.
മൈലേജുള്ള വണ്ടികളെന്ന് പറയുമ്പോൾ 2021 മോഡൽ പിന്നെ ഹോണ്ടയുടെ ഷൈൻ 65,000 രൂപ, വെറും 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. മൈലേജുള്ള 70 മൈലേജുള്ള വണ്ടിയാണ് ഷൈൻ SP. അതേപോലെ തന്നെ 2022 ഷൈൻ SP ഉണ്ട്, 70,000 രൂപ ഉള്ളൂ. നമുക്കൊരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും, നമുക്ക് 70 മൈലേജും കിട്ടും. അതേപോലെ തന്നെ ഹീറോയുടെ പാഷൻ, ഈ വണ്ടിയാണെങ്കിൽ 2020 മോഡൽ 21 മോഡൽ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 55,000 രൂപയ്ക്ക് നമുക്ക് ഈ പാഷൻ പ്ലസ് കൊടുക്കാം. 55,000 രൂപ, 10 രൂപ 5 രൂപ അടച്ചാൽ മതി ലോൺ എടുക്കാം. അതേപോലെ തന്നെ സ്പ്ലെൻഡർ, 2 സ്പ്ലെൻഡർ ഇരിപ്പുണ്ട്. 2022 സ്പ്ലെൻഡറാണ് ഈ വണ്ടി. ബാക്കി കുറേ സ്പ്ലെൻഡർ ഉണ്ടായിരുന്നാണ്, എല്ലാം പോയി. ഈ സ്പ്ലെൻഡർ എല്ലാം നമുക്ക് രണ്ട് വണ്ടിയാണെങ്കിലും വണ്ടിയുടെ വില വരുന്നത് 65,000 ആണ്. ഏകദേശം ഒരു 10 രൂപ അടച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ ഹോണ്ടയുടെ 2022 CD 110 എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും പിന്നെ വെറും 48,000 രൂപയ്ക്ക് കൊടുക്കാം. 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം. അതേപോലെ തന്നെ പിന്നെ സ്കൂട്ടി പെപ്പ്, TVSൻ്റെ സ്കൂട്ടി പെപ്പാണ്. 2011 മോഡൽ വണ്ടിയാണ്, നല്ല നീറ്റ് വണ്ടി. ഈ വണ്ടിയാണെങ്കിലും വെറും 15,000 രൂപയ്ക്ക് കൊടുക്കാം. ലോൺ കിട്ടില്ല, 15,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ TVSൻ്റെ ജുപ്പിറ്റർ 2015 മോഡൽ വണ്ടിയാണ്. 2015 മോഡൽ വണ്ടി TVSൻ്റെ ജുപ്പിറ്റർ, 2015 TVS ജുപ്പിറ്റർ നമുക്കൊരു 25,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. 2017 മോഡൽ ആൽഫ ഏകദേശം നമുക്കൊരു 28,000 രൂപയ്ക്ക് കൊടുക്കാം. 2015 മോഡൽ പിന്നെ മാസ്ട്രോ 22,000 രൂപ. 2018 മോഡൽ പിന്നെ ഫാസിനോ നല്ല വണ്ടിയാണ്, ബ്ലൂ കളർ വണ്ടി. ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു 42,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതും 2018 വണ്ടിയാണ്, 40,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2016 വണ്ടിയാണ്, 30,000 രൂപയ്ക്ക് കൊടുക്കാം. പ്ലഷർ ഇരിപ്പുണ്ട്, 2015 പ്ലഷർ 25,000 രൂപ. ഇതിനൊക്കെ ലോണും കിട്ടും കേട്ടോ. ഈ വണ്ടികൾക്ക് 2015 ശേഷം വരുന്ന എല്ലാ വണ്ടികൾക്കും ലോൺ കിട്ടുന്നതാണ്. ഡിയോ ഇരിപ്പുണ്ട്, 2019 ഡീലക്സ് ആണ്. ഈ ഡിയോ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 50,000 രൂപയ്ക്ക് 2019 ഡിയോ കൊടുക്കാം. അതേപോലെ തന്നെ എക്സൽ സൂപ്പർ കുറഞ്ഞൊരു വണ്ടിയാണ്, 2019 വണ്ടിയാണ്. 2019 എക്സൽ സൂപ്പർ നമുക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു 30,000 രൂപയ്ക്ക്. അതേപോലെ തന്നെ 2007 ആക്റ്റീവ് ഇരിപ്പുണ്ട്, ഏകദേശം നമുക്കൊരു 16,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതേപോലെ തന്നെ 2011 ആക്റ്റീവ് ഇരിപ്പുണ്ട്, ബ്ലാക്ക് കളർ വണ്ടി. ഏകദേശം നമുക്കൊരു 20,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. കുറഞ്ഞ വിലയുടെ ആക്റ്റീവാണ്, 20,000 രൂപ. അതേപോലെ തന്നെ 2016 മോഡൽ ആക്റ്റീവ 125 ഇരിപ്പുണ്ട്. ഈ വണ്ടിയാണെങ്കിൽ ഒരു 35,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ജിക്സർ 2016 മോഡൽ ജിക്സറാണ്, 35,000 രൂപ. അതേപോലെ തന്നെ V1S ബജാജിൻ്റെ വിക്രാന്ത് എന്ന് പറഞ്ഞ മോഡലാണ്. ഏകദേശം ഈ വണ്ടിയാണെങ്കിലും 2016 വണ്ടിയാണ്, 25,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ പൾസർ കുറഞ്ഞ വിലയുടെ 2016 മോഡൽ പൾസറാണ്, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 32,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഹോർണറ്റ്, റെഡ് കളർ ഹോർണറ്റ് 2017 മോഡൽ ഹോർണറ്റാണ്, നമുക്കൊരു 45,000 രൂപയ്ക്ക് കൊടുക്കാം. അത് 220, 2015 220 വെറും 30,000 രൂപയ്ക്ക് കൊടുക്കാം. 2015 220. അതേപോലെ തന്നെ 2019 ABS വരുന്ന 220 ഉണ്ട്, ഏകദേശം നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2018 220 ഇരിപ്പുണ്ട്, നല്ല വണ്ടിയാണ്, ഏകദേശം നമുക്കൊരു 60,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2018 220 ഏകദേശം നമുക്കൊരു 60,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2017 വണ്ടി 55,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ പൾസർ 180 2014 180 പൾസറാണ്, ഏകദേശം നമുക്കൊരു 25,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ പൾസർ 125 2021 ഷോറൂം കണ്ടീഷനിലുള്ള ഈ വണ്ടി കൊടുക്കാൻ പറ്റും, ഏകദേശം നമുക്കൊരു 65,000 രൂപയ്ക്ക്. അടുത്ത് വീണ്ടും പൾസർ 125 ഇരിപ്പുണ്ട്, ഏകദേശം 2020 വണ്ടിയാണ്, 55,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പൾസർ 125 ഇരിപ്പുണ്ട്, നമുക്കൊരു 40,000 രൂപ കൊടുക്കും. 2019 പൾസർ 150 40,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ 2013 പൾസർ ഇരിപ്പുണ്ട്, 25,000 രൂപ. ഇത് 2013 പൾസറാണ്. ഇത് വണ്ടി 2014 പൾസറാണ്, 25,000 രൂപ. 18 മോഡലാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 50,000 രൂപയ്ക്ക് കൊടുക്കാം. ഹോർണറ്റ് നല്ല വണ്ടിയാണ്, ഏകദേശം ഒരു 10 രൂപ അടച്ചായി. അതുപോലെ തന്നെ സൂപ്പർ സ്പ്ലെൻഡർ 2019 സൂപ്പർ സ്പ്ലെൻഡർ ഇരിപ്പുണ്ട്, ഏകദേശം നമുക്കൊരു 45,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. പിന്നെ NS ഇരിക്കുന്നുണ്ട്, NS 2017 NS ഇരിപ്പുണ്ട്, 200 ആണ്, നല്ല വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 65,000 രൂപയ്ക്ക് കൊടുക്കാം. തന്നെ ജൂപ്പിറ്റർ 2021 ജൂപ്പിറ്റർ ആണ്, നമുക്ക് 2020 ജൂപ്പിറ്റർ ആണ്, നമുക്ക് വെറും 62,000 രൂപയ്ക്ക് കൊടുക്കാം. 16 മോഡൽ പിന്നെ മാസ്ട്രോയാണ്, നമുക്ക് ഏകദേശം ഒരു 28,000 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ 2018 മോഡൽ ഏവിയേറ്റർ, ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം ഒരു 38,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ വണ്ടികൾ ഏകദേശം സെയിലായ വണ്ടികളാണ്. ഈ വണ്ടിയുണ്ട് 2021 മോഡൽ ആക്റ്റീവ, നല്ല വണ്ടിയാണ്, നമുക്ക് ഏകദേശം 68,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ
പിന്നെ CT 110X എന്ന് പറഞ്ഞ മോഡലാണ്. 2022 വണ്ടിയാണ്. നമുക്കൊരു 58,000 രൂപയ്ക്ക് കൊടുക്കാം. 8,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടും. നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ ബുള്ളറ്റ് സെയിൽ, അതായത് യൂണിക്കോൺ 2018 യൂണിക്കോണാണ്. ഏകദേശം നമുക്കൊരു 60,000 രൂപയ്ക്ക് 2018 യൂണിക്കോൺ കൊടുക്കാം. അതേപോലെ തന്നെ കുറഞ്ഞ വണ്ടി 15 രൂപയുടെ വണ്ടിയാണ്. 2011 മോഡൽ 15,000 രൂപയുടെ വണ്ടി. അതേപോലെ തന്നെ ഗ്ലാമർ ഇരിപ്പുണ്ട്. 2012 ഗ്ലാമർ 20,000 രൂപ. അതേപോലെ തന്നെ ഹോണ്ട ഷൈൻ 2015 ഹോണ്ട ഷൈൻ വെറും 30,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. 30,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഹോണ്ടയുടെ തന്നെ ഡ്രീം നിയോ എന്ന് പറഞ്ഞ മോഡലാണ്. 2014 വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 22,000 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ തന്നെ പൾസർ 135 ഈ വണ്ടിയും നമുക്കൊരു 25,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ പാഷൻ പ്രോ 18,000 രൂപ വെച്ച് കൊടുക്കാം. 2 പാഷൻ പ്രോ ഇരിപ്പുണ്ട് 18,000 രൂപ. അതുപോലെ തന്നെ സ്പ്ലെൻഡർ എന്തോ സെയിലായ വണ്ടിയാണ്. അതേപോലെ തന്നെ ഇങ്ങോട്ട് ഇതിനെ CT 100 2019 CT 100 വെറും 30,000 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ എക്സ്പൾസ് ഇരിപ്പുണ്ട്. എക്സ്പൾസ് 2021 എക്സ്പൾസ് ആണ്. നമുക്കൊരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടി, പക്ക കണ്ടീഷൻ വണ്ടി, 80,000 രൂപ. പിന്നെ അതൊക്കെയാണ് വണ്ടികൾ ഇരിക്കുന്നത്. കരിഷ്മ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ CT 110X ഇരിപ്പുണ്ട്. നല്ല വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 55,000 രൂപയ്ക്ക് കൊടുക്കാം. CT 110X 55,000 രൂപ. കരിഷ്മ 2012 മോഡൽ കരിഷ്മ ഇരിപ്പുണ്ട്. നല്ല കരിഷ്മയാണ്. ഈ വണ്ടിയാണെങ്കിലും 23,000 രൂപയ്ക്ക് ഓണം ഓഫറിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഇരിക്കണു ഈ വണ്ടിയാണെങ്കിലും പൾസർ 125 ഏകദേശം നമുക്കൊരു 55,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ CT 110X ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. 2022 വണ്ടി 58,000 രൂപയാണ്. നമുക്കൊരു 8,000 രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. നല്ല വണ്ടികളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടികളുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും വണ്ടികൾ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ വണ്ടികളും കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്നാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം. ഒന്നും കൂടി ഞാൻ ഡീറ്റെയിൽസ് പറയാം. നമ്മൾ ഓഫറിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് വണ്ടി എടുക്കുന്ന ഓരോ കസ്റ്റമർക്കും നമുക്ക് ഒന്നുകിൽ പെട്രോൾ അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് ഓണത്തിന് സ്പെഷ്യലായിട്ട് നമുക്ക് ഓഫറിൽ കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടി എടുക്കുക ഈ ആകെ സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 15 ഓണം വരെ എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഒന്നുകിൽ 1 ലിറ്റർ 500 രൂപയുടെ പെട്രോളോ ഒരു ഹെൽമെറ്റോ ഏതെങ്കിലും ഒന്ന് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കും. ആവശ്യക്കാർക്കല്ല, ഒരേ വണ്ടികൾക്ക് നമുക്ക് കൊടുക്കാം. നമ്മൾ 1 മുതൽ വണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സിനാണ് ഇത്. 1 മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 1 മുതൽ പിന്നെ 2024 സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള കസ്റ്റമർക്ക് ഓണത്തിനുള്ളവർക്ക് മാത്രം നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ്? ഒരു ഹെൽമെറ്റോ അല്ലെങ്കിൽ പെട്രോളോ ഏതെങ്കിലും ഒന്ന് നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കാം. അതാണ് നമ്മൾ വണ്ടിയുടെ വിലയെല്ലാം മാക്സിമം കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ വന്നാൽ നമുക്കൊരു ഓണമായിട്ട് നമുക്ക് എന്താണെങ്കിലും ഒരു വണ്ടി എടുക്കാനുള്ളൊരു സൗകര്യമുണ്ട്. നമുക്ക് അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരാം. അതിനുള്ള ഫോഴ്സ് ഉണ്ട് ഇവിടെ. എല്ലാവർക്കും വന്നവർക്കും നമ്മുടെ ഈ വീഡിയോ കണ്ട് കുറേയധികം പേര് വിളിച്ചിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ പല ഷോപ്പിൽ വീഡിയോ ചെയ്യാൻ ചെല്ലുമ്പോഴും സബ്സ്ക്രിപ്ഷൻ കുറവാണെന്ന് പറഞ്ഞിട്ട് ആരും നമുക്ക് ചെയ്യാൻ തരുന്നില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബർ കൗണ്ട് കൂടിയാൽ നമുക്ക് ഒരുപാട് ഷോപ്പുകളും ഇതേപോലെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ വേറെ ഒന്നും പറയാനില്ല. നമുക്ക് അടുത്ത മറ്റൊരു ഷോപ്പിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.